ബൈബിളിലെ ദൈവത്തിൻ്റെ പേരെന്ത്? ക്രിസ്ത്യാനികളായ നാം ബൈബിളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പല പേരുകളിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തി കാണാൻ സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, മോശയോട് വെളിപ്പെടുത്തുന്നത്, അബ്രാഹത്തോട് വെളിപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ദൈവം മനുഷ്യനായി കടന്നു വന്നതിന് ശേഷം വെളിപ്പെടുത്തുന്നത് വ്യത്യസ്തമായ നാമധേയങ്ങളിലൂടെയാണ്. ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നത് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. അതിപ്രകാരമാണ്: സീനായ് മലമുകളിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ജനത്തെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്റെ പേരെന്താണ്? നീ ആരാണ്? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കുവാൻ എന്നോട് ആവശ്യപ്പെടുന്ന അങ്ങ് ആരാണ് എന്ന് മോശ ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് ദൈവം ശരിക്കും തന്നെ വെളിപ്പെടുത്തുവാൻ, നാമധേയം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്വന്തമായിട്ടൊരു പേര് ഇല്ല. അത് തന്നെയാണ് പ്രശ്നം. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം പേരിടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മക്കൾക്ക് പേരിടാറുണ്ടല്ലോ. മക്കൾക്ക് പേരിടുമ്പോൾ മക്കളുടെ മേലുള്ള അധികാരം നമുക്കാണ്, മാതാപിതാക്കൾക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ദൈവം ആദത്തോട് പറയുന്നുണ്ട്: ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെയും നീ പേരിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെ മുഴുവൻ അധികാരം ദൈവം മനുഷ്യന് നൽകി എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവത്തിന് പേരിടാൻ മാത്രം ആർക്കാണ് അധികാരമുള്ളത്? ദൈവത്തിൻ്റെ മേൽ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ദൈവം മോശയോട് വെളിപ്പെടുത്തിയ പേര് പ്രകാരമാണ്: ഞാൻ തന്നെ. ഞാൻ തന്നെ. എനിക്ക് പേരിടാൻ ആരുമില്ല, എനിക്കൊരു നാമധേയമില്ല, ഞാൻ തന്നെയാണ് എന്നാണ് ദൈവം മോശയോട് വെളിപ്പെടുത്തിയത്. പിന്നെയും മോശ ചോദിക്കുന്നുണ്ട്: അങ്ങ് ആരാണ്? അപ്പോൾ ദൈവം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്: ഞാൻ ആകുന്നവൻ ആകുന്നു. ഞാനുണ്ട്, അത് തന്നെ ഞാൻ. അപ്പോൾ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവം ഉണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ദൈവം മോശയ്ക്ക് നൽകുന്നത്. ഞാൻ ആകുന്നു. ഈ ഞാൻ ആകുന്നു എന്ന പദമാണ് യാഹ്വേ എന്ന് YHWH എന്ന് ഹീബ്രു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ അധ്യായത്തിൽ തന്നെ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്: അങ്ങ് ആരാണെന്നാണ് ഇസ്രായേൽ ജനത്തോട് പറയേണ്ടത്. അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന പേര് ഇപ്രകാരമാണ്: ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഇപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അവർ അർത്ഥമാക്കുന്നത് എന്താണ്? മോശയുടെ പൂർവ്വപിതാവായ നിന്റെ അപ്പൂപ്പനായ യാക്കോബിൻ്റെയും പിതാവായ ഇസഹാക്കിൻ്റെയും പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ. ഇതാണ് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ നാമധേയം. അതുകൊണ്ട് തന്നെ സീനായ് മലയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പനകൾ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ പ്രമാണം ഇപ്രകാരമാണ്: നിന്റെ ദൈവമായ കർത്താവ് ഞാൻ ആകുന്നു, യാഹ്വേ. ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അതോടുകൂടി ഞാൻ എന്ന പദം, യാഹ് എന്ന പദം ദൈവത്തിൻ്റെ നാമധേയമായി മാറുകയാണ്. അതുകൊണ്ടാണ് അഹങ്കാരം, ഞാനെന്ന ഭാവം, അത് ദൈവിക പ്രമാണത്തിന്, ഒന്നാം പ്രമാണത്തിന് എതിരായ പാപമാണെന്ന് പറയാനുള്ള കാരണം. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമേ എന്ന് നമ്മൾ വിളിക്കുമല്ലോ. നമ്മൾ ദൈവമേ എന്ന് വിളിക്കും. ഹിന്ദുക്കളായാലും ദൈവമേ എന്ന് വിളിക്കും, മുസ്ലിങ്ങളായാലും ദൈവമേ എന്ന് വിളിക്കും, മറ്റെല്ലാ ജാതി മത വിഭാഗത്തിലുള്ളവരും മലയാളത്തിൽ ദൈവമേ എന്ന് വിളിക്കും. അതുപോലെ ഇസ്രായേലിൽ ഒരു പേരുണ്ട്, ദൈവമേ എന്ന പദത്തിന് തുല്യമായ നാമം. അതിപ്രകാരമാണ് ഏൽ. ഏൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവമേ എന്ന് മാത്രമാണ്. അത് ദൈവത്തിനൊരു പേരല്ല. അത് ഇസ്രായേൽക്കാർ മാത്രമല്ല, കാനാന്യരും സീറോ ഫിനീഷ്യൻ വംശജരും എല്ലാം വിളിക്കുന്നത്
ഏൽ എന്ന് തന്നെയാണ്. അതിനർത്ഥം ദൈവമേ എന്ന് മാത്രമാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾ ദൈവമേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ മനസ്സിൽ കാണുന്നുവെങ്കിൽ, മുസ്ലിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവരുടെ ദൈവമായ അള്ളാഹുവിനെ ആയിരിക്കും കാണുന്നത്. ഹിന്ദുക്കൾ ദൈവമേ എന്ന് പറയുമ്പോൾ അവർ ഏതെങ്കിലും ഭഗവാന്മാരുമായിരിക്കും കാണുക. അപ്പോൾ ഏൽ എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തെ അല്ല സൂചിപ്പിക്കുന്നത്, അവരവരുടെ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് എന്താണ് ദൈവത്തിൻ്റെ നാമം എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് മോശയുടെ അരികിലേക്ക് ദൈവം ഈ നാമധേയം ഉൾപ്പെടുത്തിയത്. യാഹ്വേ, ഞാൻ ആകുന്നു, ഇതാണ് എൻ്റെ പേര്. ഈ പേരിനൊരു അർത്ഥവും ദൈവം മോശയ്ക്ക് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാടിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ. അവിടെ ഇപ്രകാരം പറയുകയാണ് മോശയോട്, ഞാൻ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും യാഹ്വേ എന്ന നാമത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്താണ് ഇതിനർത്ഥം? വ്യത്യാസം എന്താണ്? അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം പ്രത്യക്ഷപ്പെട്ടത് സൗഖ്യം നൽകുന്ന ദൈവമായിട്ടാണ്. അബ്രാഹത്തിന് മക്കളില്ലാതിരുന്നു, അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിന് മക്കളില്ലാതിരുന്നു, ഇസ്ഹാക്കിന് 2 മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. യാക്കോബിനും റാഹേലിൽ മക്കളില്ലാതിരുന്നു, റാഹേലിന് കുഞ്ഞിനെ നൽകി, ജോസഫിനെയും ബെഞ്ചമിനെയും നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇപ്രകാരം അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും സൗഖ്യദാതാവായ ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയത് എങ്കിൽ, യാഹ്വേ എന്ന നാമധേയത്തിൽ വെളിപ്പെടുമ്പോൾ അവിടെ വിടുതൽ നൽകുന്ന ദൈവം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്ന ദൈവമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ പേര് എന്നതിന് ഉപരി ആ നാമത്തിന് ഒരു മഹത്വം ഉണ്ട് എന്നാണ് അർത്ഥം. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു മഹത്വം, നാമം എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെയല്ല, പേരിലൂടെ ആ വ്യക്തി തന്നെ കടന്നു വരുന്നു എന്നും കൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ യാഹ്വേ എന്ന നാമധേയം ബൈബിളിൽ എവിടെയൊക്കെ ഉണ്ടോ, YHWH എന്ന് കാണുന്നത് എവിടെയൊക്കെയാണോ, അവിടെയൊന്നും ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിക്കുവാൻ ഇസ്രായേൽക്കാർ ധൈര്യപ്പെട്ടിട്ടില്ല. അവർ പകരം അദോനായ്, കർത്താവ് എന്ന് വിളിക്കുക. അദോനായ് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നാണ് അർത്ഥം. യജമാനനെ എന്നർത്ഥത്തിൽ അദോനായ് എന്നാണ് അവർ ആ പദങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. യാഹ്വേ എന്ന് കാണുമ്പോൾ അവർ അദോനായ് എന്ന് വിളിക്കും. ഗ്രീക്കിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പദങ്ങളെ അവർ വിളിക്കുന്നത് അദോനായ് എന്നായതുകൊണ്ട് അതിന് തുല്യമായ കൂരിയോസ് എന്ന പദമാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിലേക്ക് അതിനെ തർജ്ജമ ചെയ്യുമ്പോൾ കർത്താവ് എന്ന പദപ്രയോഗം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് എന്ന നാമധേയം കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, അദോനായ് എന്ന നാമധേയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, ക്യൂരിയോസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ലോർഡ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇപ്രകാരമാണ് അതിന്റെ ട്രാൻസ്ലേഷൻ ബൈബിളിൽ കാണാൻ സാധിക്കുക. പേരില്ലാത്ത ദൈവത്തിനെ നാം എങ്ങനെ വിളിക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഭാഗമുണ്ട് ബൈബിളിൽ. അപ്പോൾ യേശു ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ ദൈവത്തെ പിതാവേ എന്നല്ലേ വിളിക്കുന്നത്, നിങ്ങളും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കും. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ദൈവത്തിന് വ്യക്തമായൊരു നാമധേയമില്ല. പിതാവും പുത്രനും പരിശുദ്ധമായ ആത്മാവും, പരിശുദ്ധ അരൂപി, ഹോളി സ്പിരിറ്റ്. പിതാവ്, പുത്രൻ, ഇത് ബന്ധങ്ങളാണ്. പുത്രന്റെ ബന്ധമാണ് പിതാവ്, പിതാവിന്റെ ബന്ധമാണ് പുത്രൻ. അപ്പോൾ നാം എങ്ങനെ വിളിക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു വെളിപ്പെടുത്തി കൊടുക്കുന്ന നാമധേയം പിതാവേ എന്ന് വിളിക്കാനാണ്. ഇനി മറ്റൊരു വസ്തുത മനസ്സിലാക്കണം. യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുമ്പോൾ യേശു യഹൂദന്മാർക്ക് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ തിരുവചനമാണിത്. എന്താണ് അതിനർത്ഥം? ഞാൻ യാഹ്വേയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ. അതായത് മോശയ്ക്ക് സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട അതേ ദൈവം, മോശയ്ക്ക് സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ട
മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ അതേ ദൈവമാണ് മനുഷ്യനായി യേശുവായി മറിയത്തിന്റെ ഉദരത്തിലൂടെ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നുള്ള വസ്തുത യേശു തന്നെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക, ഞാൻ യാഹ്വേയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, പരിശുദ്ധ തൃത്വമാണ്, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവം ഞാൻ തന്നെയാണ്, ഞാനാകുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത്. പഴയ നിയമത്തിൽ പലയിടത്തും കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിന് യഥാർത്ഥമായ മൂല അർത്ഥം വരുന്നത് കർത്താവിൻ്റെ വചനം ഇറങ്ങി വന്നു എന്നാണ്. പ്രവാചകന്റെ അരികിലേക്ക് കർത്താവിൻ്റെ വചനം ഇറങ്ങി വന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പുത്രൻ തമ്പുരാൻ കടന്നു വന്നു എന്നാണ്. അതായത് പഴയ നിയമത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയെടുത്ത എല്ലാം ആരാണോ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അതേ പുത്രൻ തമ്പുരാനാണ് പുതിയ നിയമത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. അതുകൊണ്ടാണ് മത്തായി ശ്ലീഹ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ഇതാ ദൈവം സീനായി മലയിൽ യഹൂദന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവം, അവരുടെ കൂടെ മേഘസ്തംഭങ്ങളിൽ അഗ്നിസ്തംഭങ്ങളിൽ വസിച്ച ദൈവം, വാഗ്ദാന പേടകത്തിലേക്ക് ഇറങ്ങി വന്ന അതേ ദൈവം ഇതാ ഇപ്പോൾ മനുഷ്യരോട് കൂടെ, ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവലായി ഒരു പച്ച മനുഷ്യനായി നമ്മുടെ കൂടെ ആയിരിക്കുന്നു എന്നാണ് ഇമ്മാനുവൽ എന്ന വാക്കിനെ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. യേശു അതിന് അടിവരയിട്ടുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്, ഞാൻ തന്നെയാകുന്നു, ഞാൻ ആകുന്നവനാകുന്നു എന്ന്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന്. യഹൂദന്മാരുടെ യേശു വീണ്ടും പറയുന്നുണ്ട്, അബ്രാഹത്തിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നല്ല. അപ്പോൾ ഈ ഒരു നാമധേയം, യാഹ്വേ എന്ന നാമധേയം, പിന്നീട് യേശുവിലേക്ക് കടന്നു വരുമ്പോൾ പേരില്ലാത്തൊരു ദൈവത്തിന്റെ പേരായി യേശു എന്ന പേര് കടന്നു വരികയാണ്. അതുപോലെ പലർക്കും തോന്നുന്ന മറ്റൊരു സംശയമാണ്, എന്താണ് യഹോവ എന്നുള്ളത്? യേശുവിനും ശേഷം ഏകദേശം AD 6-ാം നൂറ്റാണ്ടിൽ മെസോറൈറ്റ് ജൂസ് പഴയ നിയമത്തെ ക്രോഡീകരിക്കുമ്പോൾ അവർ യാഹ്വേ എന്നുള്ളിടത്തെല്ലാം YHWH എന്ന വവ്വൽസ് ഇല്ലാത്ത യാഹ്വേ എന്ന പദത്തിനെ അദോനായ് എന്ന പദത്തിന്റെ അദോനായ് എന്ന പദത്തിന്റെ വവ്വൽസ് ഉപയോഗിച്ചുകൊണ്ട് യാഹ്വേ എന്നതിനെ യഹോവ എന്നാക്കി രൂപാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് ഹീബ്രു ബൈബിളിനെ സ്വീകരിക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചിടത്തോളം യഹോവ എന്നുള്ളൊരു ട്രാൻസ്ലേഷൻ അവരുടെ ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. ആ എൻറ്റിറ്റി ഒന്നാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ഭാഷയുടെ സെപ്റ്റുജിന്റിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ കടന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് അവിടെ ക്യൂരിയോസ് എന്ന പദത്തിന് തുല്യമായ കർത്താവ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു സംഭവം നടക്കുകയാണ്. യാഹ്വേ എന്ന് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ആ നാമം, ആ ദൈവം ഇതാ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ജോസഫിന്റെയും മറിയത്തിന്റെയും മകനായി ഈശോ ജനിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി മറിയത്തോട് തൻ്റെ നാമം ഇപ്രകാരമായിരിക്കണമെന്ന് ദൈവദൂതൻ വഴി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, യേശു മറിയത്തിന്റെ സ്വന്തം ഭാഷയിലായിരിക്കും ഗബ്രിയേൽ ദൂതൻ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അർമായ ഭാഷയിൽ ഈശോ എന്നാണ് ആ പദം കൂടുതൽ സ്വീകാര്യമാകുക. അത് ഹീബ്രു ഭാഷയിൽ കടന്നു വരുമ്പോൾ യേശു എന്നും, ഗ്രീക്ക് ഭാഷയിൽ കടന്നു വരുമ്പോൾ യേസൂസ് എന്നുമേ. യേസൂസ് എന്നൊരു Y എന്ന അക്ഷരം J ആയി മാറുന്നതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ ജീസസ് എന്നായി മാറും. യാഹ്വേ രക്ഷിക്കുന്നു, രക്ഷകൻ എന്നാണ് യേശു എന്ന നാമത്തിന്റെ അർത്ഥം. നാം മുമ്പ് പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് പേരിടണമെങ്കിൽ അവർക്ക് മാതാപിതാക്കൾ വേണം. യേശുവിനെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുമ്പോൾ അവന് മാതാപിതാക്കളുണ്ടായി, ജോസഫും മറിയവും. അതുകൊണ്ട് തന്നെ ദൂതൻ അവർക്കൊരു അധികാരം കൊടുത്തിരിക്കുക, ദൈവത്തിന് പേരിടാനുള്ള അധികാരം. പേരില്ലാത്ത ദൈവത്തിന് പേരിടാനുള്ള അധികാരം
അങ്ങനെ 2 മനുഷ്യർക്ക് ലഭിക്കുക, ജോസഫിനും മറിയത്തിനും. അവർ ആ പേര് ഇടുകയാണ് യേശു. അതുകൊണ്ടാണ് പേരില്ലാത്ത ദൈവത്തിന്റെ ഏക നാമമാണ് യേശു. അതുകൊണ്ട് യേശുവിന്റെ നാമം കേൾക്കുമ്പോൾ പിശാചുക്കൾ ഭയന്ന് വിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ നീങ്ങിപ്പോകും. കാരണം പേരില്ലാത്ത ദൈവത്തിന്റെ പേരാണ് യേശു. യേശു നാമം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിന്റെ മഹത്വം, യേശുവിന്റെ ശക്തി, ഇന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു, ആ നാമത്തിന്റെ മഹത്വം, ക്രിസ്തു തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണം എന്നാണ് അർത്ഥം. അപ്പോൾ യേശു നാമത്തിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, അഥവാ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, വിടുതലുകൾ സംഭവിക്കും, രോഗസൗഖ്യങ്ങൾ സംഭവിക്കും. എൻ്റെ കുടുംബത്തിലേക്കാണ് യേശു നാമത്തിന്റെ ശക്തി കടന്നു വരുന്നതെങ്കിൽ എൻ്റെ കുടുംബം നവീകരിക്കപ്പെടും, എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും, എൻ്റെ കുടുംബത്തിലെ ശാപങ്ങൾ നീങ്ങിപ്പോകും, പൈശാചിക ആക്രമണങ്ങൾ നീങ്ങിപ്പോകും. ഇതാണ് യേശു നാമത്തിന്റെ ശക്തി. ഇന്റർസെഷൻ ഫോർ ഇന്ത്യയുടെ യേശു നാമ സൗഖ്യ ധ്യാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത മാസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഈ യേശു നാമത്തിന്റെ സൗഖ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. യേശു നാമത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.